എക്സൈസ് മൈനർ ചെക്ക് പോസ്റ്റുകളുടെ ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് പരിഹാരം. ഇൻസ്പെക്ടർമാരെയും സിവിൽ എക്സൈസ് ഓഫീസർമാരെയും നിയമിക്കാൻ തീരുമാനം. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. VS അനുരാഗ് ചേരുന്നു വിവരങ്ങളുമായി. അനുരാഗ്, ന്യൂസ് മലയാളം ഇടപെടൽ ഒരിക്കൽ കൂടി ഫലം കാണുന്നു. എന്തൊക്കെയാണ് പുതിയ വാർത്തയുടെ വിവരങ്ങൾ? ലക്ഷ്മി, അതിർത്തി പ്രദേശങ്ങളിലെ ഇടറോഡുകളിലാണ് മൈനർ ചെക്ക് പോസ്റ്റുകൾ ഉള്ളത്. ഇവിടെ മേജർ ചെക്ക് പോസ്റ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവ് തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ കെമു സംവിധാനം ആരംഭിച്ചു. അപ്പോൾ മൈനർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ കെമു സംവിധാനത്തിൽ ഡ്യൂട്ടി കിട്ടത്. ഇതോടെയാണ് മൈനർ ചെക്ക് പോസ്റ്റുകളിലെ പ്രവർത്തനം താളം തെറ്റിയത്. ഈ ഉദ്യോഗസ്ഥ ക്ഷാമത്തിനിടയിലും ഉദ്യോഗസ്ഥർ ഏതെങ്കിലും കേസ് എടുക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാകണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വേണം ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പോലും മൈനർ ചെക്ക് പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നില്ല. ഈ താളം തെറ്റിയ അവസ്ഥ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എല്ലാ മൈനർ ചെക്ക് പോസ്റ്റുകളിലും ആവശ്യത്തിന് സിവിൽ എക്സൈസ് ഓഫീസർമാരെയും ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയും നിയമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പല ചെക്ക് പോസ്റ്റുകളിലും ഇതിനോടകം നിയമിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ലഹരിക്കടത്തെല്ലാം ഇടറോഡുകളിലൂടെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിട്ടുമുണ്ട്. അതിൽ ഗൗരവത്തിലെടുത്ത് തന്നെയാണ് ന്യൂസ് മലയാളം വാർത്ത കൂടി ഗൗരവത്തിലെടുത്ത് തന്നെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.